നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി വോട്ടുകളിൽ കുറവുണ്ടായതായി സിപിഎം സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തൽ. പരാജയം ഉൾക്കൊണ്ടുകൊണ്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും തന്റെ ആർഎസ്എസ് പരാമർശത്തിൽ വോട്ട് ചോർച്ചയുണ്ടായിട്ടില്ലെന്നും ഇക്കാര്യം സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തിട്ടില്ലെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം നടന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും പരാജയ കാരണം വിശദമായി വിലയിരുത്തി. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നിലമ്പൂരിൽ പാർട്ടി വോട്ടുകൾ കുറഞ്ഞതായാണ് കണ്ടെത്തൽ. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് പൂർണ്ണമായി എത്തിക്കാൻ കഴിഞ്ഞില്ല. മണ്ഡലത്തിലെ വികസനങ്ങൾ അൻവറിന് വോട്ടായി മാറി. ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ബിജെപിയും യുഡിഎഫിന് വോട്ടുകൾ നൽകി. അതേസമയം നിലമ്പൂരിൽ എൽഡിഎഫിന്റെ രാഷ്ട്രീയ അടിത്തറ ശക്തിപ്പെട്ടതായാണ് വിലയിരുത്തൽ. പരാജയം ഉൾക്കൊണ്ടുകൊണ്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനം വന്നതിന് പകരം സ്വതന്ത്രനായിട്ട് മത്സരിച്ച് ജയിച്ച അൻവറിന്റെ വികസന പ്രവർത്തന പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് പ്രചരണം മുഴുവൻ നടത്തിയത്. സംഘടനാ രംഗത്തുള്ള ദൗർബല്യങ്ങൾ ശരിയായി പരിശോധിച്ച് നല്ല രീതിയിൽ വരുത്തേണ്ടുന്ന തിരുത്തലുകൾ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് തന്നെ ഞങ്ങൾ കണ്ടത്. അത്തരത്തിലുള്ള തിരുത്തലുകൾക്ക് വേണ്ടി സംഘടനാപരമായ തയ്യാറെടുപ്പ് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ചേർന്ന് കൈകാര്യം ചെയ്യണം എന്നും തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം താൻ നടത്തിയ ആർഎസ്എസ് സിപിഎം സഹകരണ പരാമർശം സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തിട്ടില്ലെന്നും ഇത് വോട്ട് ചോർച്ചയ്ക്ക് കാരണമായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് സംബന്ധിച്ച വാർത്തകൾ സത്യവിരുദ്ധമാണെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി. എനിക്കെതിരായ ഒരു പരാമർശവും സഖാവ് പിണറായി വിജയന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. ഇല്ലാത്ത കളവായ വാർത്ത മാതൃഭൂമി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ഉൾപ്പെടെ വന്നു എന്നത് പിന്നെ ചാനലിലൊക്കെ വന്നിട്ടുണ്ട്. കളവാണ്, സത്യവിരുദ്ധമായ ഒന്നാണ്. അത്തരത്തിലുള്ളൊരു കാര്യം ആ പ്രവർത്തക യോഗത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നില്ല എന്ന് സഖാവ് പിണറായി തന്നെ വളരെ വ്യക്തമായി. കഴിഞ്ഞ ദിവസം ചേർന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റും 2 ദിവസമായി നടന്ന സംസ്ഥാന കമ്മിറ്റിയുമാണ് പാർട്ടി ഘടകങ്ങളുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പരാജയം വിശദമായി ചർച്ച ചെയ്തത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.